എന്തുകൊണ്ടാണ് ഇത് സർക്കാരിനേറ്റ അടിയാണ് എന്ന് നമ്മൾ പറയുന്നത്? കോടതി വിധിയിലൂടെ നമ്മളൊന്ന് സഞ്ചരിച്ചാൽ അതിൻ്റെ ഫൈനൽ ജഡ്ജ്മെൻറ്റ് നമുക്ക് 3-ാം തീയതിക്ക് ശേഷം മാത്രമേ, ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജ്മെൻറ്റിനോടൊപ്പം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഇതിൽ ഏതൊക്കെ പ്രതികൾ ഏതൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നതിനുള്ള കോടതി വിധി നമുക്ക് കിട്ടിയിട്ടുണ്ട്. ആ കോടതി വിധി പ്രകാരം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ നിന്ന് വ്യത്യസ്തമായി CBI അന്വേഷിച്ചപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് 10 പ്രതികളാണ്. ആ 10 പ്രതികളിൽ 4 പ്രതികളെ മാത്രമാണ് ശിക്ഷിച്ചിരിക്കുന്നത്. 6 പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ പോകുമായിരുന്ന 4 പ്രതികളെ കൂടി CBI അന്വേഷിച്ച് അവരെ കുറ്റക്കാരാണെന്ന് CBI കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്ന മട്ടിൽ അത് സർക്കാരിനേറ്റ പ്രഹരമാണ്, പ്രഹരം നമ്പർ 1. ബാക്കി അതിൻ്റെ കണക്കുകളിലേക്ക് നമ്മൾ വരാം. ഇനി ഇതിൽ എന്തൊക്കെയാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ്. ഈ 4 പേരിൽ, അതായത് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് അതിൽ ഉൾപ്പെടാത്ത 10 പ്രതികളിൽ 4 പ്രതികളെ കോടതി ശിക്ഷിക്കുമ്പോൾ അതിലൊരു പ്രതി സുരേന്ദ്രനാണ്. പ്രതി 15ാമത്തെ പ്രതിയായിട്ട് ചേർത്തിരിക്കുന്ന സുരേന്ദ്രനെതിരെ 302 നിൽക്കും. അതായത് കൊലപാതക കുറ്റം നിൽക്കും. ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളിൽ ഈ സുരേന്ദ്രൻ ഉൾപ്പെട്ടിട്ടില്ല. അതായത് കൊലപാതക കുറ്റം കണ്ടെത്തിയിരിക്കുന്ന CBI കോടതിയുടെ വിധിയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രതിയെ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല.